നിലമ്പൂർ നെഞ്ചിടിപ്പേറ്റുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. നെഞ്ചിടിപ്പേറ്റുന്നുണ്ട് എന്നാണ് നമുക്ക് ഫീൽഡിൽ നിന്ന് കിട്ടുന്ന റെസ്പോൺസും കണക്കുകൾ നമ്മളോട് പറയുന്നതും. ഞാൻ ആദ്യം കണക്കിൻ്റെ ഒരു കൗതുകകരമായ കാര്യം പറയാം. നിലമ്പൂർ മണ്ഡലത്തിൻ്റെ ഒരു പ്രത്യേകത, 34 വർഷം ആര്യാടൻ മുഹമ്മദ് വിജയിച്ചതൊഴിച്ചു നിർത്തിയാൽ എപ്പോഴൊക്കെ ഇടതുമുന്നണി വിജയിച്ചിട്ടുണ്ടോ അപ്പോഴെല്ലാം അവിടെ ഒരു പ്രതിഭാസം ഉണ്ടായിട്ടുണ്ട്. അതായത് കളത്തിന് പുറത്തു നിന്നുള്ള പിന്തുണയോടുകൂടിയാണ് എപ്പോഴും അവിടെ LDF സ്ഥാനാർത്ഥി വിജയിച്ചിട്ടുണ്ടെന്നുള്ളത്. ഇപ്പോൾ നമുക്ക് 1965 കഥ എടുക്കാം. 1965 സഖാവ് കുഞ്ഞാലി ആര്യാടൻ മുഹമ്മദിനെ പരാജയപ്പെടുത്തുമ്പോൾ അന്ന് കോൺഗ്രസിനോടൊപ്പം ഇല്ല ലീഗ്. അന്ന് ലീഗ് ആരോടൊപ്പമാണ്? CPM-നോടൊപ്പമാണ്. 1965 ലീഗ് പിന്തുണ കൊടുക്കുന്നുണ്ട്. അതായത് ലീഗ് പിന്തുണ കൊടുക്കുകയല്ല, ലീഗ് അവിടെ മത്സരിക്കുന്നുണ്ട്, പക്ഷേ അത് കോൺഗ്രസിനോടൊപ്പമല്ല. അപ്പോൾ കോൺഗ്രസും ലീഗും വേറിട്ട് നിൽക്കുന്നു 1965. അതിൻ്റെ ആനുകൂല്യം ആർക്കാണ് കിട്ടുന്നത്? CPM-നാണ് കിട്ടുന്നത്. നോക്കൂ, അവിടെ ലീഗ് കോൺഗ്രസിൽ നിന്ന് പിളർന്നപ്പോഴൊക്കെ അഥവാ മാറിയപ്പോഴൊക്കെ വിജയം LDF-ന് വരുന്ന രണ്ട് സാഹചര്യങ്ങളുണ്ട്. ഒന്ന് 1965. അന്ന് അവിടെ സംഭവിച്ചത് എന്താ? 1965 കുഞ്ഞാലിക്ക് കിട്ടിയ വോട്ട് ഭൂരിപക്ഷം എന്ന് പറയുന്നത് 7160 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് 1965. അന്ന് മൊത്തം പോൾ ചെയ്ത വോട്ടുകളുടെ 41% കുഞ്ഞാലി പിടിക്കുന്നുണ്ട്. 41 ഓർമ്മിക്കണം. ആര്യാടൻ മുഹമ്മദ് പിടിക്കുന്ന എത്രയാണെന്നറിയുമോ? ആര്യാടൻ മുഹമ്മദ് 25%, ലീഗ് ഹമീദ് അലി ഷംനാദ് എന്ന് പറയുന്ന സ്ഥാനാർത്ഥി പിടിക്കുന്നത് 20%. രണ്ടും കൂടെ കൂട്ടി നോക്കിയാൽ ഏകദേശം 45% വരും. അതായത് അന്ന് ലീഗും കോൺഗ്രസും ഒരുമിച്ച് നിന്നിരുന്നെങ്കിൽ 1965 തെരഞ്ഞെടുപ്പിൽ തന്നെ കുഞ്ഞാലി പരാജയപ്പെടുമായിരുന്നു. രണ്ടും കൂടി കൂട്ടി നോക്കിയാൽ 45% വരുമായിരുന്നു. അന്ന് പിളർന്നു നിന്നതിൻ്റെ ആനുകൂല്യം കിട്ടിയത് കുഞ്ഞാലിക്കാണ്. 1967 വരിക. 67 പ്രത്യേകത എന്താ? സപ്തകക്ഷി മുന്നണിയാണ്. സപ്തകക്ഷി മുന്നണി വരുന്ന സമയത്ത് അവിടെ ലീഗ് സ്ഥാനാർത്ഥിയെ നിർത്തുന്നില്ല, നേരിട്ടുള്ള മത്സരമാണ് കുഞ്ഞാലിയും ആര്യാടനും തമ്മിൽ. ഇതേ കാര്യം അവിടെ ആവർത്തിച്ചു. ലീഗുകാർ പൂർണ്ണമായിട്ടും വോട്ട് ആർക്ക് കൊടുത്തു? കുഞ്ഞാലിക്ക് കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായി. കുഞ്ഞാലിയുടെ വോട്ട് വർദ്ധിച്ചു, 62% വർദ്ധിച്ചു. 62% വർദ്ധിക്കുമ്പോൾ ഏകദേശം 24% ഡിഫറൻസ് ഉണ്ടാവുന്നു ആര്യാടൻ മുഹമ്മദുമായി. അപ്പോൾ ഈ രണ്ടു ഘട്ടങ്ങളിലും LDF-നെ പിന്തുണച്ചത് ലീഗിൻ്റെ വോട്ടുകളാണ് എന്നുള്ളത് വ്യക്തമാണ്. അതായത് കളത്തിന് പുറത്തുനിന്നുള്ള വോട്ട് പിടിച്ചാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥി വിജയിച്ചത്. ഇനി ഒരു തവണ കൂടി വിജയിച്ചിട്ടുണ്ടല്ലോ PV അൻവർ വരുന്നതിന് മുമ്പ്. അത് TK ഹംസയാണ് 1982. അപ്പോൾ അതിന് മുൻപ് ഒരു കഥയുണ്ട്. 1970 ഗംഗാധരൻ വിജയിക്കുന്ന കഥ. അന്ന് പ്രേക്ഷകർക്ക് അറിയാവുന്നതുപോലെ ആന്റണി കോൺഗ്രസും ഇന്ദിരാ കോൺഗ്രസും നേരിട്ട് ഏറ്റുമുട്ടുകയാണ്. അന്ന് ഏറ്റുമുട്ടുമ്പോൾ C ഹരിദാസൻ വിജയിക്കുന്നുണ്ട്. പക്ഷേ ഹരിദാസൻ എന്ന് വിജയിക്കുന്നത് ആരുടെ പിന്തുണയോടുകൂടിയാണ്? C ഹരിദാസൻ വിജയിക്കുന്നത് CPM-ൻ്റെ പിന്തുണയോടുകൂടിയാണ്. അപ്പോൾ കുഞ്ഞാലിയുടെ കാര്യത്തിൽ ലീഗാണ് സഹായിച്ചതെങ്കിൽ അന്ന് ആന്റണി കോൺഗ്രസിൻ്റെ ഹരിദാസ് വിജയിക്കുന്നത് CPM-ൻ്റെ പിന്തുണയോടുകൂടിയാണ്. അതിനുശേഷം പിന്നീട് 1980 കഥയാണ്. 1980 ആര്യാടൻ മുല്ലപ്പള്ളി രാമചന്ദ്രനെ പരാജയപ്പെടുത്തുന്നുണ്ട്. ആര്യാടൻ അന്ന് വിജയിക്കുന്നതും എങ്ങനെയാണോ ഹരിദാസ് 1980 വിജയിച്ചത് അതുപോലെ CPM-ൻ്റെ പിന്തുണയോടുകൂടിയാണ് വിജയിക്കുന്നത്. പിന്നീട് നായനാർ മന്ത്രിസഭയിൽ അംഗമാവുന്ന സാഹചര്യം ഉണ്ടാവുന്നു. അപ്പോൾ 1965-ലും 67-ലും K കുഞ്ഞാലിക്ക് മുസ്ലിം ലീഗിൻ്റെ പിന്തുണ കിട്ടുന്നു. 1980 ആദ്യം ഹരിദാസനും പിന്നീട് നമ്മളുടെ ആര്യാടൻ മുഹമ്മദിനും CPM-ൻ്റെ പിന്തുണ കിട്ടി വിജയിക്കുന്നു. ഇനി 82 വരിക. TK ഹംസയാണ്. അന്ന് TK ഹംസ ആര്യാടൻ മുഹമ്മദിനോട് പരാജയപ്പെട്ട TK ഹംസ കോൺഗ്രസിൽ നിന്ന് വിട്ടാണ് മത്സരിക്കാൻ വരുന്നത്. അന്ന് ആരുടെ പിന്തുണ കിട്ടുന്നു? പിന്തുണ കിട്ടുന്നത് CPM-ൻ്റെ പിന്തുണയോടുകൂടിയാണ് വിജയിക്കുന്നത്. അപ്പോൾ CPM-ൻ്റെ ലീഗിൻ്റെ പിന്തുണയില്ലാതെ, കളം വിട്ട് വരുന്നവരുടെ പിന്തുണയില്ലാതെ CPM ആ മണ്ഡലത്തിൽ വിജയിച്ച ചരിത്രമില്ല. അത് പൊളിക്കുന്നത് എപ്പോഴാണ്? അത് പൊളിക്കുന്നത് 2016-ലാണ്. 2016 വരുമ്പോൾ പ്രത്യക്ഷത്തിൽ ലീഗിൻ്റെ പിന്തുണയില്ല. പക്ഷേ അവിടെ നേരത്തെ പറഞ്ഞതുപോലെ ആര്യാടൻ്റെ ഫാക്ട് അവിടെ വർക്ക് ചെയ്തു. ലീഗിൽ നിന്ന് കൃത്യമായിട്ട് പാലം വലിച്ചു. അന്ന് ആര്യാടൻ മുഹമ്മദ്, അന്നും ഇന്നും എല്ലാ കാലത്തും ഇന്ദിരാ കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾ ആര്യാടൻ മുഹമ്മദിന് ഉള്ളിൽ തന്നെ ഒരു പടയൊരുക്കം നടത്തുന്നുണ്ട്. അവരുടെ വോട്ടും കൂടി പൂൾ ചെയ്ത് ആര്യാടൻ വിരുദ്ധ വോട്ടുകൾ 2016 PV അൻവറിന് കിട്ടുന്നു. അപ്പോൾ ലീഗിന് എങ്ങനെയാണോ 1965 കൊടുത്തത്, CPM എങ്ങനെയാണോ ഹരിദാസിന് കൊടുത്തത്, ആര്യാടൻ മുഹമ്മദിന് കൊടുത്തത് പിന്തുണ, TK ഹംസയ്ക്ക് കൊടുത്തത് പിന്തുണ, സമാനമായതുപോലെ ആര്യാടൻ വിരുദ്ധ ലീഗ് വോട്ടുകൾ PV അൻവറിന് കിട്ടുന്നുണ്ട്. കോൺഗ്രസ് വോട്ടും കിട്ടുന്നുണ്ട്. ഇതിൻ്റെ പിൻബലത്തിലാണ് 2016-ലും 2021-ലും PV അൻവർ വിജയിച്ച് കയറുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ആ PV അൻവർ നിസ്സാരക്കാരനല്ല. കാരണം PV അൻവർ ഒറ്റയ്ക്ക് മത്സരിച്ചപ്പോൾ സ്വതന്ത്രനായി മത്സരിക്കുന്ന 3 പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പുകളിലും PV അൻവർ വളരെ ശ്രദ്ധേയമായ ചലനം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ നോക്കൂ, 2011 ഏറനാട് മത്സരിക്കുന്നു. 47,432 വോട്ടാണ് സ്വന്തമായിട്ട് നേടുന്നത്. അന്ന് CPM-ൻ്റെ പരോക്ഷ പിന്തുണയുണ്ട്. പക്ഷേ നിലമ്പൂരിലുള്ളതുപോലെയുള്ള എഫക്റ്റ് ഉണ്ടായില്ല. അവിടെ PK ബഷീറാണ് വിജയിച്ച് കയറുന്നത്. 2014 വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുന്നു. വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ അദ്ദേഹത്തിന് 37,123 വോട്ട് സമാഹരിക്കാനേ കഴിയുന്നുള്ളൂ. പൊന്നാനിയിൽ വരുന്ന സമയത്ത് അത് 3,22,000 വോട്ടായിട്ട് 2019 കൂടുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ PV അൻവർ ഒരു ചെറിയ മീനല്ല. PV അൻവറിന് പോൾ സ്ട്രാറ്റജി നന്നായിട്ട് അറിയാവുന്നയാളാണ്. പോൾ മാനേജ്മെൻറ്റ് നന്നായിട്ട് അറിയാം. പക്ഷേ ഇവിടെയാണ് പ്രശ്നം കിടക്കുന്നത്. ഇവിടെ PV അൻവർ നേരത്തെ സ്മൃതി പറഞ്ഞതുപോലെ ഭരണവിരുദ്ധ വോട്ടുകൾ ഭിന്നിപ്പിക്കുന്നത് എത്രത്തോളമാണ് എന്നതിനെ ആശ്രയിച്ചിരിക്കും യഥാർത്ഥത്തിലുള്ള LDF
സ്ഥാനാർത്ഥിയുടെ വിജയം എന്ന് പറയുന്നത്. അതായത് എങ്ങനെയാണോ കുഞ്ഞാലിക്ക് ലീഗ് അനുകൂലമായത്, അതുപോലെ 1965 ലീഗ് എന്തു ചെയ്തോ അതുപോലെ PV അൻവറിൻ്റെ വോട്ടുകൾ സർക്കാരിനെതിരായിട്ടുള്ള ഭരണവിരുദ്ധ വോട്ടുകൾ ഭിന്നിപ്പിക്കുകയാണെങ്കിൽ അതൊരു 10% മുകളിലേക്ക് 15% മുകളിലേക്ക് പോയാൽ പോലും, ഉദാഹരണത്തിന് ഏകദേശം 1,60,60,000 വോട്ടുകളൊക്കെയാണ് പോൾ ചെയ്യപ്പെടുന്നത് എന്നുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്ന ഒരു പക്ഷേ 15,000 വോട്ടോ 16,000 വോട്ടോ 17,000 വോട്ടോ ഒക്കെ പിടിക്കുകയാണെങ്കിൽ അത് 1965 സമാനമായ ഒരു പ്രതിഭാസം ഉണ്ടാക്കും. കാര്യം CPM അനുഭാവ വോട്ടുകളും CPM കേഡർ വോട്ടുകളും 90% സ്വരാജിന് അനുകൂലമായിട്ട് പോൾ ചെയ്യപ്പെടും. മറുഭാഗത്തു നിന്ന് വരുന്ന വോട്ടുകൾ, സർക്കാർ വിരുദ്ധ വോട്ടുകൾ ഭിന്നിച്ച് ഒരു 15,000 വോട്ടിന് മുകളിലേക്ക് PV അൻവർ പോയാൽ അത് ആര്യാടൻ ഷൗക്കത്തിനെ സംബന്ധിച്ച് അത് ഒരു വാട്ടർലൂവായി മാറും എന്ന കാര്യത്തിൽ സംശയമില്ല. അത് കോൺഗ്രസിൽ നിന്ന് വോട്ട് കിട്ടും, ലീഗിൽ നിന്ന് വോട്ട് കിട്ടും, AP വിഭാഗത്തിൽ നിന്ന് വോട്ട് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ റിസാലയുടെ കാര്യം പറഞ്ഞത്. റിസാല തന്നെ അങ്ങനെ ഒരു ഓപ്പൺ സ്റ്റേറ്റ്മെൻറ്റുമായി വരുമ്പോൾ എല്ലാ വോട്ടും LDFന് കൊടുക്കണം നിർബന്ധമില്ല. ആ വോട്ടുകൾ ഭരണവിരുദ്ധ വികാരമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും PV അൻവറിന് പോകാനുള്ള സാധ്യതയുണ്ട്. അതാണ് നിലവിലിരിക്കുന്ന സാഹചര്യം എന്ന് പറയുന്നത്. ഇതാണ് ഒരു പ്രധാനപ്പെട്ട ഫാക്ടർ. അതായത് ഈ PV അൻവറിന് ഇപ്പോൾ ഈ 9 കൊല്ലവും CPM-നൊപ്പമാണല്ലോ നിന്നിരുന്നത്, അദ്ദേഹം സ്വതന്ത്രനായി ജയിച്ചതാണെങ്കിലും. അപ്പോൾ അദ്ദേഹത്തിന് ഈ 9 കൊല്ലവും ഇടപഴകിയിരുന്നത് സഖാക്കളുമായിട്ടാണ്, CPM പ്രവർത്തകരുമായിട്ടാണ്. അപ്പോൾ അതിൽ നിന്ന് ഈ പറഞ്ഞ ഒരാളെ പോലും അടർത്തി മാറ്റാൻ കഴിഞ്ഞില്ല. ശരിയാണ്, പാർട്ടിയിലേക്ക് അടർത്തി മാറ്റാൻ കഴിഞ്ഞില്ല. പക്ഷേ വികാരം അതാവുകയും അത് പുറത്തേക്ക് കാണിക്കാൻ പറ്റാതിരിക്കുകയും വോട്ടെടുപ്പിൽ അത് പ്രതിഫലിക്കുകയും ഒക്കെ സാഹചര്യമുണ്ട്. അത് ഞാൻ പറഞ്ഞു, ഒരു 15% മുകളിൽ ഇപ്പോൾ ഒരു 10,000 വോട്ട് പിടിച്ചാൽ ഞാൻ ഇപ്പോഴും കരുതുന്നു, അത് തുടക്കത്തിൽ പറഞ്ഞ എൻ്റെ ആർഗ്യുമെന്റ് തന്നെയാണ്, അത് CPM അനുഭാവ വോട്ടുകൾ 1981 PV അൻവറിന് പോൾ ചെയ്യപ്പെട്ട വോട്ടുകളിൽ നിന്ന് മാറ്റമുണ്ടാവും. അതാണ് CPM ക്യാമ്പിലെ ചങ്കെടുപ്പ് എന്ന് പറയുന്നത്. പക്ഷേ അത് 15,000 മുകളിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ ബ്ലീഡിങ് വരാൻ പോകുന്നത് UDFന് കൂടെ ആയിരിക്കും എന്നുള്ളതാണ് അടിസ്ഥാനമായിട്ടുള്ള കണക്ക് എന്ന് പറയുന്നത്. ഒരു കാര്യം കൂടി പറയാം, ഇപ്പോൾ ആ മണ്ഡലത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിന് ഞാനിട്ട പേര് റിലേഷൻഷിപ്പ് അനാർക്കി എന്നാണ്. സാധാരണ പ്രണയത്തിൻ്റെ കാര്യത്തിൽ ഇത് സംഭവിക്കാറുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലേഷൻഷിപ്പ് അനാർക്കി എന്ന് പറഞ്ഞാൽ ആർക്കും ആരുമായിട്ടും കൂട്ടുകൂടാം, മറ്റ് തത്വ ദീക്ഷയൊന്നുമില്ല, കമ്മിറ്റ്മെൻറ്റുകളൊന്നുമില്ല എന്നുള്ളതാണ്. വെൽഫെയർ പാർട്ടിയുമായി UDF ഇപ്പോൾ കൂടിയിരിക്കുന്നതിൻ്റെ പേര് റിലേഷൻഷിപ്പ് അനാർക്കി എന്നാണ്. അതിൻ്റെ ഫലം എങ്ങനെ വരും എന്നുള്ളത് ഇനി കണ്ടു തന്നെ അറിയണം. Meet the editors.